കേരളത്തിലെ ഒരു പരമ്പരാഗത ആദിവാസി പായയായി ഉപയോഗിക്കുന്ന കണ്ണാടിപ്പായ എന്ന വിശേഷണമുള്ള ഒരു പായയ്ക്ക് GI ടാഗ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര സൂചിക ലഭിക്കുകയും ഇത്തരത്തിൽ അംഗീകാരം ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ആദിവാസി കരകൗശല വസ്തുവായി കണ്ണാടിപ്പായ മാറുകയും ചെയ്തു. കേരളത്തിലെ ഇടുക്കി, തൃശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലെ ആദിവാസി സമൂഹങ്ങളാണ് ഇത്തരത്തിലുള്ള പായകൾ നിർമ്മിക്കുന്നത്. മുളയുടെ മൃദുവായ ഉള്ളിലെ പാളികൾ ഉപയോഗിച്ച് കൈകൊണ്ട് നെയ്യുന്ന ഈ പായ പ്രതിഫലന പാറ്റേണുകളാൽ മനോഹരമാക്കി ശൈത്യകാലത്ത് ചൂടും ചൂടുകാലത്ത് ശൈത്യവും എന്ന തരത്തിൽ താപസുഖവും പ്രദാനം ചെയ്യുന്നു. ഊരാടി, മന്നൻ, മുതുവ, മലയൻ, കാദർ, ഉള്ളാടൻ തുടങ്ങിയ ഗോത്രക്കാരാണ് കണ്ണാടിപ്പായ സംരക്ഷിച്ചു വരുന്നത്. ഗോത്ര കരകൗശല വൈദഗ്ധ്യവും ഇവരുടെ ഉപജീവന മാർഗവും നിലനിർത്തുന്നതിന് അതിൻ്റെ പുനരുജ്ജീവനം അത്യന്താപേക്ഷിതമാണ്. 1999 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ GI ടാഗുകൾ നിയന്ത്രിക്കുന്നത്. ഈ GI ടാഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്: ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന പദവിയാണ് GI ടാഗ്. ഇത്തരം ഉൽപ്പന്നത്തിൻ്റെ അതുല്യമായ ഗുണങ്ങളും പ്രശസ്തിയും സവിശേഷതയും അതിൻ്റെ ഉദ്ഭവസ്ഥലത്തിൻ്റെ മേന്മ എടുത്തു കാണിക്കുന്നു. അനധികൃത ഉപയോഗത്തിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരം വസ്തുക്കൾക്ക് GI ടാഗ് എന്ന പ്രത്യേക പദവി നൽകുന്നത്. 2004-2005 ഡാർജിലിംഗ് ടീക്കാണ് ആദ്യമായി ഇന്ത്യയിൽ GI ടാഗ് പദവി നൽകുന്നത്. ഇത്തരത്തിൽ GI ടാഗ് ചെയ്ത ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായ സംസ്ഥാനം ഉത്തർപ്രദേശാണ്, തൊട്ടുപുറകെ തമിഴ്നാടും. ഇത്തരത്തിൽ ആനുകാലിക പ്രസക്തിയുള്ള ധാരാളം സംഭവങ്ങളും വിവരങ്ങളും നമുക്ക് ചുറ്റിലും സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ കേരള PSC, SSC, CAS, UPSC എക്സാംസിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉറവിടം കൂടിയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക.